ദൈവമേ, ഇന്നേക്ക് ഒരു പടുക്കള കത്തിക്കുമല്ലോ. അല്ലേലും വരാനുള്ളതൊന്നും വഴി തങ്ങൂലല്ലോ. അയ്യേ, ഇതെന്തോ നാടി കാണിച്ചു വെച്ചേക്കുന്നേ? ഉപ്പ് ഏതാ പഞ്ചസാര ഏതാന്ന് അറിഞ്ഞൂടാത്ത നീയാണോടി അടുക്കള കയറിയേ? മീൻകറിയിൽ ആരെങ്കിലും പഞ്ചസാര ഇടോടി? അതൊക്കെ എനിക്കറിയാം, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. എന്റെ പൊന്നു കുക്കുമോളെ, സഹായിച്ചില്ലേലും ഉപദ്രവിക്കാതിരുന്നാ മതി. ഒറ്റയ്ക്കിടന്ന് കഷ്ടപ്പെടുന്നവനിട്ട് സഹായിക്കാൻ വന്നപ്പോ ഞാനേറെ നിങ്ങൾക്ക് എനിക്കെന്തിനാ? ഞാൻ പോണ് ചെല്ലും ചടി നടക്കണ പുൽച്ചടി. കളഞ്ഞു പോയ സ്കൂൾ ഞാനിനി എവിടെ പോയി കണ്ടുപിടിക്കും? ഡേ ഒരെണ്ണം ഫുൾ ടൈം ഉറക്കം. ഇതിന്റെ മെയിൻ സ്വിച്ച് ആരാണോ ഓഫ് ആക്കി ഇട്ടേക്കുന്നേ? ഇതുവരെ തീർന്നില്ലേ? ഞങ്ങള് പോയപ്പോഴും തന്നെ ആയിരുന്നല്ലോ. അതാണ് ഡെഡിക്കേഷൻ. നോക്കിക്കോ, ഞാൻ ഒരു നാൾ ഈ ലോകം പറയുന്ന വലിയൊരു ഡാൻസർ ആകും. അതിന്റെ പിറ്റേ ദിവസം ലോകം അങ്ങ് അവസാനിക്കും. അങ്ങനെ അവളെ കളിയാക്കൊന്നും വേണ്ട. കണ്ണനുണ്ണിയും കൂടെ അല്ലേ അവളോട് കുട്ടിക്കാലത്ത് കുഞ്ഞാവേ കളി എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ അവൾ ഡാൻസ് അടിച്ചപ്പോ അവളെ കളിയാക്കുന്നു. നീ വിഷമിക്കണ്ടടി മോളെ. നിങ്ങൾക്ക് മാത്രം ഒരു സ്നേഹം. എന്തോന്ന്? അയ്യോ, ഏട്ടൻ ഓ, നമുക്ക് പിന്നെ ഐലവിക്കാം. ബൈ, പോലും കഴിക്കാം. എടി, നിന്റെ സ്പെഷ്യൽ മീൻകറി എടുത്ത് കൊടുക്കട്ടെ ഏട്ടന് ഞാൻ. അയ്യോ, ചതിക്കല്ലേ പണി, ഒരബദ്ധം പറ്റിയതാ. അതെ, എല്ലാവരോടും ഒരു കാര്യം പറയണ്ട്. നമ്മൾ ഒരു മാസത്തേക്ക് നമ്മളെ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകാൻ പോകുക. ഹണിമൂണിന് പോകാൻ പറ്റില്ല, ഇതെങ്കിലും അടിച്ചു പൊളിക്കണം. എന്റെ പൊന്നു കുക്കി, ഇത് ഹണിമൂൺ ട്രിപ്പ് അല്ല, ഇത് ഫാമിലി ട്രിപ്പ് ആടി. അപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നത് നമ്മള് വേറെ എവിടേക്കല്ല പോണേ, നാട്ടിലേക്കാ പോണേ? അതിന് പട്ടിക്കാട്ടിൽ എന്തോന്ന് കാണാനാ? ഗുഡ് ക്വസ്റ്റ്യൻ. അവിടെ പലതും ഉണ്ട് കാണാം. അവിടെ ചെല്ലുമ്പോ നിനക്കത് മനസ്സിലാവും. അല്ല കാത്തേച്ചിയെ, നിനക്കൊന്നും ചോദിക്കാനില്ലേ? അങ്ങ് തിന്നോണ്ടിരിക്ക. അതെ, പിന്നെ എന്തിനാ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും വന്നിരുന്നേ? അത്തപ്പൂടാനാണോ? ചമ്മി നാറിയല്ല. നീ ചിരിക്കട മാറി ചിരിക്ക. നീ ഇതൊക്കെ പ്രതീക്ഷിച്ചല്ലേ എന്നെ കൊണ്ട് പറയിപ്പിച്ച? നിന്നോട് ദൈവം ചോദിക്കണോ? അപ്പൊ ട്രിപ്പ് കൺഫേം അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാം. അപ്പൊ എല്ലാം റെഡിയായില്ലേ? നമുക്കെന്നാ ഇറങ്ങിയാലോ? ഞാൻ ഡ്രൈവ് ചെയ്യാവേ. ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ കണ്ടതല്ല. എന്റെ വീടിങ്ങല്ല. എടാ ഉണ്ണി, നീ വീടാണോ മേടിച്ച് അതോ വല്ല ഭാർഗവീതിയിലാണോ മേടിച്ചേ? കണ്ണാ, അത് പിന്നെ ഇതെന്തോന്ന്, നാഗവല്ലിയുടെ വീടോ? ഇതുപോലെ ഒരു പട്ടിക്കാട്ടില് ഇങ്ങനത്തെ ഒരു വീട്ടിൽ കൊണ്ടുവരുന്നതാണോടാ നിന്റെയൊക്കെ ട്രിപ്പ്? ഇതെന്തോ മനുഷ്യ, നിങ്ങളുടെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ ഇങ്ങനെ സ്ഥലം മേടിക്കാൻ? ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് പോലെ ഫീൽ ചെയ്യുന്നു. എന്താ ഒരു വൈബ്. നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ ഗൈസ്, നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കൂ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതെ അതെ, ഇതുവരെയായിട്ട് നല്ല പഴക്കമുള്ള വീടാണെന്ന് തോന്നുന്നു. നിന്നെ ആരോ കാര്യമായിട്ട് പറ്റിച്ചിട്ടുണ്ട്, വില കുറച്ച് വല്ലതും തന്നു കാണും അല്ലേ? എടാ, അത് പിന്നെ നമ്മൾ സിറ്റിയിലല്ലേ താമസിക്കുന്നേ. നമ്മുടെ വർക്കിന്റെ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടി ഇങ്ങനെയൊക്കെ സ്ഥലത്ത് വരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ
വിലയും കുറവാണെന്ന് കൂടെ കേട്ടപ്പോ ഈ ഒരു അവസരം മിസ്സാക്കണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ വാങ്ങിയേ. പക്ഷെ ഒരു അബദ്ധം പറ്റിയ എന്താന്ന് വെച്ചോ, ഞാൻ ഫോട്ടോ കണ്ടാടാ വാങ്ങിയേ. മണ്ടൻ മണ്ടൻ ഫോട്ടോ നോക്കി സെലക്ട് ചെയ്യാൻ ഇത് നിന്നെ കെട്ടിക്കാനല്ല വീട് മേടിക്കാനാ. എന്റെ ദൈവം, ഈ ലോകത്ത് ഫോട്ടോ നോക്കി വീട് മേടിക്കുന്ന ആള് നീ മാത്രമേ കാണത്തുള്ളൂ. അല്ല പിള്ളേരെ, നിങ്ങളെ കൂടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എവിടെന്നാ? അതെങ്ങളെ ഞങ്ങള് സിറ്റിന്ന് വരുവാ. ഞങ്ങൾ ഈ വീട് വാങ്ങിയായിരുന്നു. അപ്പൊ ഒരു മാസം ഇവിടെ നിന്നിട്ട് പോകാന്ന് കരുതി വന്നതാ. ഈ വീടോ? നിങ്ങൾ എന്താ പിള്ളേരെ പറയുന്നത്? ഒരു വീട് വാങ്ങുമ്പോ അതിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വേണ്ടേ വാങ്ങാൻ? അതെ, ഈ വീട് തന്നെയാ. എന്താ വീടിന് ഇത്ര പ്രശ്നം? ഈ വീട് മേടിച്ചായിരുന്നു, മര്യാദക്ക് ഈ വീട്ടിൽ താമസിച്ചിട്ടില്ല. കൊടുത്ത പൈസ പോലും തിരിച്ചു മേടിക്കാതെ അവർ ജീവനും കൊണ്ട് ഓടിയത്. അല്ല, എന്താ ശരിക്കും പ്രശ്നമെന്ന് പറയാങ്കൾ? എനിക്ക് നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ജീവൻ വേണമെങ്കിൽ എല്ലാരും ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊക്കോ. ആത്മാക്കൾ പൂണ്ടു വിളയാടുന്ന സ്ഥലമാണിത്. എടാ, നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താ ഫീൽ ചെയ്യുന്നേ? ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇവൻ വീട് മേടിച്ചത് ആർക്കോ പിടിച്ചിട്ടില്ല. അവർക്ക് ചിലപ്പോ ഈ വീടിന്റെ മേലൊരു കണ്ണ് കാണും. അതുകൊണ്ടായിരിക്കും എല്ലാരും കൂടി ഇങ്ങനെ പറയിപ്പിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, അയാൾ ഇടയ്ക്ക് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അയാൾ പറഞ്ഞു ഈ വീട് മേടിച്ചവരെല്ലാം ഇതിന്റെ കാശ് പോലും തിരിച്ചു മേടിക്കാതെയാണ് ഇവിടുന്ന് ഓടിപ്പോയതെന്ന്. ഇതിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം, വീടിന്റെ ഓണേഴ്സ് തന്നെയാണ് ഈ കള്ളക്കളി കളിക്കുന്നതെന്ന്. നമ്മൾ പൈസ പോലും തിരിച്ചു മേടിക്കാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ആർക്കെങ്കിലും ഇതുപോലെ വിൽക്കാൻ പറ്റുമല്ലോ. അപ്പൊ അവർക്ക് ലാഭമായില്ലേ? അത് ശരിയാ. ചിലപ്പോ പുറമേ നോക്കുന്നുണ്ടായിരിക്കും ഇങ്ങനൊക്കെ തോന്നുന്നത്. അകത്ത് കയറിയ ചിലപ്പോ ഇങ്ങനൊന്നും അല്ലെങ്കിലോ. അത് ശരിയാ. വെറുതെ വെളിയിൽ നിന്ന് കാല് കഴിക്കണ്ട, വാ അകത്തോട്ട് പോ. ഒന്ന് നിക്കണേ. എടാ കണ്ണോ, നമ്മുടെ ചുമല്ലോ പണ്ട് ഈ വഴി വന്നായിട്ട് നിനക്ക് വല്ല അറിവുണ്ടോ? എന്നോട് എങ്ങനെയാ ചോദിക്കുന്നേ? ഞാൻ ഏറ്റവും ഇളയതല്ലേ. നീ ഏട്ടനോടൊന്ന് ചോദിച്ചു നോക്കിയേ. അതെ ഏട്ടാ, നമ്മുടെ അച്ഛൻ വല്ലവും പണ്ട് ഈ വഴി വല്ലവും വന്നതായിട്ട്. എന്താ ചോദിക്കാൻ വരുന്നേന്ന് എനിക്ക് മനസ്സിലായി. എനിക്കറിയില്ലടാ. കണ്ണേടം പെണ്ണായ ഇതുപോലെ ഇരിക്കുവല്ലേ? ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ ശരിക്കും കണ്ടു. എന്നാലും ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വിളിച്ചിരിക്കോ? ഞാൻ വന്നത് നിനക്ക് ഇഷ്ടായില്ലെന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമല്ല കുട്ടി. തന്നെ കാണാൻ എന്റെ അനിയൻ കണ്ണനെ പോലെ തന്നെയുണ്ട്. അതാ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഷോക്കായി നോക്കിക്കൊണ്ട് നിന്നേ. ഓ, അത് ശരിയാണല്ലോ. ഞാനിപ്പോഴാ ശ്രദ്ധിച്ചേ. പിന്നെ ഞാൻ ആരെന്ന് മനസ്സിലാക്കാണല്ലോ അല്ലേ? ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചിട്ട് പോയില്ലേ, ആളുടെ മോളാ ഞാൻ. അല്ല, കുട്ടിയുടെ ഫാമിലി എപ്പോഴെങ്കിലും സിറ്റിയിൽ വന്നിട്ടുണ്ടോ? എന്തോടാ പൊട്ട ചോദിക്കുന്നേ? എടാ, ചോദിച്ചു മനസ്സിലാക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾ എന്താ അടക്കം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളാരും അങ്ങോട്ടും പോയിട്ടില്ല, നിങ്ങളാരും ഇങ്ങോട്ടും വന്നിട്ടില്ല. അതെന്തായാലും പേടിക്കണ്ട. ഓ, എന്താ ഒരു ചിരി! ഒരേ മുഖമാണെങ്കിൽ എന്താ വായി നടത്തിന് ഒരു കുറവുമില്ല. ഞാനിപ്പോ വന്നതിന്റെ ഉദ്ദേശം എനിക്കറിയാം അച്ഛൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അച്ഛൻ പറയുന്ന പോലെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ഇവിടെ താമസിക്കാം. ആ, പുള്ളി അങ്ങനെ പറഞ്ഞപ്പോ ചെറുതായിട്ട് ഞങ്ങളൊന്ന് ഭയന്നു. ഇപ്പഴാ സമാധാനായത്. എങ്കിൽ ശരി കുട്ടി, പിന്നീട് എപ്പോഴെങ്കിലും കാണാം. ആ ശരി, ഞാനിവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം.